വെൽക്കം ബാക്ക് ഗായ്സ്. നമ്മൾ മറ്റൊരു വെറൈറ്റി കണ്ടന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്നൊരു ടെൻസഗ്രിറ്റി ടേബിൾ അല്ലെങ്കിൽ ഒരു ആന്റിഗ്രാവിറ്റി സസ്പെൻഷൻ ടേബിൾ എങ്ങനെ ഉണ്ടാക്കാനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. ഈ ടേബിളിന് പ്രത്യേകത എന്താണെന്ന് പറയുന്നത് വെറും നൂലിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ടേബിളാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുള്ള എല്ലാ ഡീറ്റെയിൽസും വീഡിയോ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകും. ആദ്യം നമ്മൾ കാർഡ് ബോർഡ് വീഡിയോ കാണുമ്പോൾ ആ ഷേപ്പിൽ തന്നെ കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ബ്ലേഡ് കൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കണം, എങ്കിലാണ് നമുക്ക് അതിൻ്റെ പെർഫെക്റ്റ് ക്ലീവേജ് കിട്ടുള്ളൂ. അതുപോലെ കട്ട് ചെയ്യുമ്പോൾ കൈമുറിയാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അത് സൂക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു യു ഷേപ്പാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതുപോലത്തെ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ യു ഷേപ്പ് കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റെക്റ്റാങ്കിൾ പീസസ് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ കട്ട് ചെയ്യണ റെക്റ്റാങ്കിൾ പീസസ് ഒക്കെ നേരത്തെ കട്ട് ചെയ്തെടുത്ത യു ഷേപ്പിൻ്റെ ഓരോ സൈഡുകളിൽ ഒട്ടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ യു ഷേപ്പിൻ്റെ ഓരോ സൈഡിൻ്റെ ലെങ്തിൽ വേണം നമുക്ക് ഈ റെക്റ്റാങ്കിൾ പീസസ് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ പീസസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസസ് എല്ലാം ഗ്ലൂ വെച്ച് ജോയിൻ ചെയ്യാം. 12x2 ഡയമെൻഷൻസിലുള്ള റെക്റ്റാങ്കിൾസ് ആണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തതാണ്. നമുക്കിനി ഇത് വെച്ച് സൈഡ്സ് എല്ലാം കവർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഗ്ലൂ ചെയ്യുന്നതിന് മുമ്പ് ചില റെക്റ്റാങ്കിൾ പീസസിൻ്റെയൊക്കെ എഡ്ജസ് ഒക്കെ റഫായിട്ട് അല്ലെങ്കിൽ ചരിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ച് സ്മൂത്താക്കി മതി. അങ്ങനെ നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഒരു ബേസ് അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. അതിനുശേഷം വീഡിയോ കാണുമ്പോൾ ഇതുപോലത്തെ 2 ബ്ലോക്കുകൾ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ഈ ബ്ലോക്കുകൾ രണ്ടും ഒരു എൽ ഷേപ്പിൽ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ യു ഷേപ്പ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എൽ ഷേപ്പും. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ എൽ ഷേപ്പ് എടുത്ത് യു ഷേപ്പിൻ്റെ മീതെ ഇതുപോലെ ഒട്ടിച്ച് വയ്ക്കണം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ 2 ഷേപ്പുകളും നമ്മളൊന്ന് ജസ്റ്റ് ഒരു വെള്ള പേപ്പർ ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിനുശേഷം ഇതുപോലൊരു കോമ്പസ് എടുത്തിട്ട് യു ഷേപ്പിൻ്റെ 4 കോർണേഴ്സിലും എൽ ഷേപ്പിൻ്റെ ചെറിയ സൈഡിൻ്റെ ടിപ്പിലും ആയിട്ട് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ 4 കോർണേഴ്സിലും അതുപോലെ എൽ ഷേപ്പിൻ്റെ അടിയിലായിട്ട് ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ 50% പൂർത്തിയായിട്ടുള്ളൂ. നമുക്കിനി ഇതുപോലെ തന്നെ ഒരു സ്റ്റാൻഡും കൂടി ഉണ്ടാക്കിയെടുക്കണം, ഇതേ അളവിൽ തന്നെ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇട്ട അതേ പൊസിഷൻ തന്നെ ഇതിലും ഹോൾസ് ഇടണം. നമ്മളിപ്പോൾ ആദ്യം 2 സ്റ്റാൻഡുകളും ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ടാണ് നൂല് കൊണ്ട് കോർത്തെടുക്കണേ. അപ്പോൾ അതിനാദ്യം നമ്മളിതുപോലെ സൂചിയിൽ നൂല് കോർത്തെടുത്തിട്ട് എൽ ഷേപ്പിൻ്റെ ടിപ്പിൻ്റെ അടിയിലുള്ള ഹോളിക്കോടെ കയറ്റിയെടുക്കുക. നമ്മളപ്പോൾ ഇവിടെ സാധാ തയ്യൽ നൂലാണ് ഉപയോഗിക്കണേ. അതിനുശേഷം ഈ ഹോളിൽ നൂല് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് കൂടി ഹോളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഗ്ലൂ ചെയ്യാം. അതിനുശേഷം നൂലിൻ്റെ മറ്റേ അറ്റം രണ്ടാമത്തെ സ്റ്റാൻഡിൻ്റെ ഹോളിക്കോഡ് എടുത്തിട്ട് ടൂത്ത് പിക്കും ഗ്ലൂ ഉപയോഗിച്ച് നേരത്തെ പോലെ തന്നെ ടൈറ്റ് ചെയ്തെടുക്കുക. നമ്മളിത് ചെയ്യുമ്പോൾ 2 സ്റ്റാൻഡുകളും തമ്മിൽ മാക്സിമം ഗ്യാപ്പ് വരാൻ പറ്റിയ പാകത്തിനുള്ളൊരു പൊസിഷനിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് കോർണേഴ്സിലുള്ള ഹോളുകളുടെയും നൂല് കയറ്റിയെടുക്കാം. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ടൂത്ത് പിക്കും ഗ്ലൂ ഉപയോഗിച്ച് ഹോൾസിൽ നൂല് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ നടുക്ക് ഇട്ടേക്കുന്ന നൂല് മാക്സിമം വലിച്ചൊടിച്ചിട്ട് വേണം കോർണേഴ്സിൽ നൂല് കോർത്തെടുക്കാൻ. നൂലുകൾ ഒരിക്കലും ലൂസായി പോകാൻ പാടില്ല, അത് മാക്സിമം ടൈറ്റായി തന്നെ വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ ചരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടൂത്ത് പിക്കും ഗ്ലൂ ഉപയോഗിച്ച് നൂലുകൾ ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് അപ്പുറ സൈഡ് കൂടി ഇതുപോലെ നൂലിൽ കോർത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആൻറ്റിഗ്രാവിറ്റി സസ്പെൻഷൻ ടേബിൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ സൈഡിലുള്ള ബെല്ലൈക്കൺ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ല കണ്ടന്റ്സ് ആയിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ see you.